എന്തു പറഞ്ഞാലും അതിനെ മുഴുവനും വാക്കിൽ നിന്ന് പുറകോട്ട് പോയതിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോയ സതീശൻ ഇന്നിപ്പോ വരുന്ന ഏറ്റവും പുതിയ വാർത്ത എന്താ? ഈ നാട്ടിൽ ഒരു പൂക്കി എക്സ്പ്രഷൻ എന്ന പേര് പോലും ഉണ്ടാക്കിയ സംഭവത്തിലേക്ക് വഴിതെളിച്ച ഒരു കാര്യം. സാറ് മോഡിഫിക്കേഷൻ വരുത്താം വലിയ രീതിയിൽ വാഹനങ്ങൾക്ക് എന്ന് പറഞ്ഞതിൽ നിന്ന് താങ്കൾ പുറകോട്ട് പോവോ? അതിനുള്ള സാധ്യതയുണ്ടല്ലോ അല്ലെ എന്ന് ചോദിക്കുമ്പോ ഒന്ന് കണ്ണിറക്കി ഒരു പൂക്കി എന്ന പേരിൽ ഒരു എക്സ്പ്രഷൻ പോലും ഉണ്ടാക്കിയെടുത്ത സാക്ഷാൽ വി.ഡി. സതീശൻ ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത, മുഖ്യധാരാ മാധ്യമം റിപ്പോർട്ട് ചെയ്ത എന്താ? 2019 സുപ്രീം കോടതി വിധി ഒരു കാരണവശാലും വാഹനങ്ങളിൽ മോഡിഫിക്കേഷനോ അനാവശ്യമായ മാറ്റം വരുത്തലുകളോ സാധിക്കില്ല എന്ന വിധിയെ ഒരു കാരണവശാലും കേന്ദ്ര സർക്കാരിന് പോലും മറികടക്കാൻ കഴിയില്ല. ആ സാഹചര്യത്തിലാണ് അപകടകരമല്ലാത്ത എല്ലാ മോഡിഫിക്കേഷനുകളും അനുവദിക്കുമെന്ന് പ്രചാരണ സമയത്ത് എന്തിനേറെ UDF മാനിഫെസ്റ്റോയിൽ വരെ എഴുതി ചേർത്ത് വെച്ച ആ വലിയ വാഗ്ദാനത്തിൽ ട്രാപ്പിലായിരിക്കുകയാണ് വി.ഡി. സതീശൻ സർക്കാർ എന്നുള്ളത്. പറഞ്ഞതെന്താണ് CM, പറഞ്ഞതെന്താണ് മുഖ്യമന്ത്രി നിങ്ങൾ പാലിക്കാൻ പോകുന്നത്? പരിപൂർണമായി നാട്ടിലെ യുവാക്കളെ അതിലേക്ക് കൊണ്ടുപോകും, അതിനുള്ള അവസരം നൽകും. വാക്കല്ലേ പ്രധാനം, വാക്കൊക്കെ പാലിക്കാനല്ലേ വന്നേക്കുന്നേ. മാധ്യമ സമ്മേളനത്തിൽ കണ്ണിറുക്കി ചിരിച്ച വി.ഡി. സതീശനാണ് ഇന്ന് നഗ്നനായി ആ വിഷയത്തിൽ സമൂഹത്തിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. കേന്ദ്രത്തിന് പോലും ഇടപെടാൻ കഴിയാത്ത ആ കാര്യം നോക്കൂ നിങ്ങൾ. ഇന്ദിരാ ഗ്യാരണ്ടി സതീശൻ വീടാന്തരം കയറി പറഞ്ഞതിന്റെ ഒരു വീഡിയോ, ഒരു വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞത്, അമ്പലത്തിൽ പോണോ, ക്ഷേത്രത്തിൽ പോണോ, നിങ്ങൾക്ക് ടൂർ പോണോ, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം സ്ത്രീകൾക്ക്, പരിപൂർണമായി ഞങ്ങൾ ഗതാഗത മന്ത്രിയെ കൊണ്ട് ഗതാഗത വകുപ്പിൽ വരുത്തുന്ന ആദ്യ ഇന്ദിരാ ഗ്യാരണ്ടിയായി പറയുന്നത് KSRTCയിലെ സൗജന്യ യാത്രയാണെന്ന് പറഞ്ഞിട്ട് ഒരു അല്പം പോലും മുമ്പോട്ട് പോകാതെ, ഒരു മാർഗദർശനം പോലും KSRTCയിൽ നടത്താതെ ഇപ്പോഴും KSRTC നിൽക്കും. ജൂൺ 15 സൗജന്യ യാത്ര പറഞ്ഞിട്ട് നടക്കാൻ പോകുന്നത് എന്താ? 1 2 വണ്ടികളിൽ അല്ലെങ്കിൽ സെലക്ടഡ് ആയ ചില ബസ്സുകളിൽ. ഇതായിരുന്നോ ഇവർ പറഞ്ഞ ഗ്യാരണ്ടി? ഇങ്ങനെ പറഞ്ഞ വാക്കുകളിൽ നിന്ന് പുറകോട്ട് പോകാൻ ഒരു നാണവും മാനവും ഇല്ലാത്ത രീതിയിൽ UDF സർക്കാർ ഒരു മാസം കൊണ്ട് പോയാൽ വരാനിരിക്കുന്ന 4.5 കൊല്ലം ഇനി നമ്മൾ എന്തു ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് സത്യത്തിൽ വലിയ ആശങ്കയിലാണ് കേരളക്കാർ.